അപ്പോൾ നമ്മൾ ഡിയർ കുഞ്ഞാപ്പൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തത് കമ്പാരിസൺ ടെസ്റ്റാണ്. എന്താണ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എപ്പോഴും നമുക്ക് എന്ത് ചെയ്തോളണമെന്നില്ല, കുറേ എഫക്റ്റീവായിട്ട് എല്ലാ ഇംപ്രോപ്പർ ഇൻ്റഗ്രലും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പെട്ടെന്ന് കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ ചെക്ക് ചെയ്യാൻ നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്, കൺപാരിസൺ ടെസ്റ്റ്. ഡൈവേർജൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് കൺവേർജൻ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഇൻ്റഗ്രൽ ചെയ്തിട്ട് ഒരു വാല്യൂ കിട്ടുന്നതിനെയാണ് നമ്മളിപ്പോൾ ഒരു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 4 അല്ലെങ്കിൽ -20 അല്ലെങ്കിൽ 3x എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാല്യൂ കിട്ടുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺവേർജൻറ്റ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽ ഈസ് കൺവേർജൻറ്റ്. ഇനി ഇൻഫിനിറ്റി കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈവേർജൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കമ്പാരിസൺ ടെസ്റ്റ്. ഓക്കെ, എന്താണ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് നോക്കാം. ഓക്കെ, കമ്പാരിസൺ ടെസ്റ്റിൽ രണ്ട് ഫംഗ്ഷനുകളുണ്ട്, എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ്. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഗ്രേറ്റർ ദാൻ എ. അങ്ങനെയാണ് എങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബിയും എക്സിസ്റ്റ് ആണ്, രണ്ട് ഇൻ്റഗ്രലും എക്സിസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ്, അതായത് ജി എഫ് ഓഫ് എക്സ് എന്താണ്, അല്ലെങ്കിൽ ജി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ജി ഓഫ് എക്സ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കാം. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എക്സ് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഡി എക്സ് ഈസ് കൺവേർജൻറ്റ്. അങ്ങനെയാണ് എങ്കിൽ എന്തും കൺവേർജൻ്റ് ആണ്. ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്താണ്, കൺവേർജൻ്റ് ആണ്. അതായത് വലിയ ഫംഗ്ഷൻ കൺവേർജൻ്റ് ആണെങ്കിൽ ചെറിയ ഫംഗ്ഷനും കൺവേർജൻ്റ് ആയിരിക്കും അതിൻ്റെ ഇൻ്റഗ്രല്. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത്, ചെറിയ ഫംഗ്ഷൻ, ഈ ചെറിയ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഡൈവേർജൻ്റ് ആണ് എങ്കിൽ വലിയ ഫംഗ്ഷനും എന്തായിരിക്കും, ഡൈവേർജൻ്റ് ആയിരിക്കും. വലിയ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലും ഡൈവേർജൻ്റ് ആയിരിക്കും. ഇതേ മോഡലിൽ തന്നെയാണ് ഇനി ഏതിൻ്റെ കേസും -∞ ടു ബി എന്ന് പറയുന്ന കൺസെപ്റ്റ്സ് എഫ് ഓഫ് എക്സിൻ്റെ കേസും. അതായത് എന്താ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -∞ ടു ബി എന്ന് ജി ഓഫ് എക്സ് കൺവേർജൻ്റ് ആണ് എങ്കിൽ, ഇത് കൺവേർജൻ്റ് ആണ് എങ്കിൽ എന്തുമാണ്, ഏതും കൺവേർജൻ്റ് ആണ്. -∞ ടു ബി എഫ് ഓഫ് എക്സും കൺവേർജൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് -∞ ടു ബി എഫ് ഓഫ് എക്സ് ഡൈവേർജൻ്റ് ആണ് എങ്കിൽ ഇനി -∞ ടു ബി ജി ഓഫ് എക്സ് എന്താണ്, ഡൈവേർജൻ്റ് ആണ്. അതുപോലെ തന്നെ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സും സെയിം തന്നെ. അത് നമുക്ക് രണ്ട് പാർട്ടാക്കി തിരിക്കാം അല്ലേ, എന്നിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും -∞ കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ ചെക്ക് ചെയ്തിട്ട് ടോട്ടലി കൺവേർജൻ്റ് ആണെങ്കിൽ കൺവേർജൻ്റ് എന്നും ഡൈവേർജൻ്റ് ആണെങ്കിൽ ഡൈവേർജൻറ്റും എന്നുള്ള കൺസെപ്റ്റ്സും നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യാണ്ടാകുക എ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന മോഡലുകളായിരിക്കും നമുക്ക് കൂടുതലും ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ ഷോ ദാറ്റ് ഇത് 0 ടു ഇൻഫിനിറ്റി അല്ല കേട്ടോ, 1 ടു ഇൻഫിനിറ്റി. ഇത് നിങ്ങൾക്ക് 0 ടു ഇൻഫിനിറ്റി എന്ന് തന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, 0 ടു ഇൻഫിനിറ്റി ആയിക്കോട്ടെ. 1 ടു ഇൻഫിനിറ്റി ആണെങ്കിലും 0 ടു ഇൻഫിനിറ്റി ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, 0 ടു ഇൻഫിനിറ്റി dx by √1 plus x raised to 8 ഈസ് കൺവേർജൻ്റ് ആണ് എന്ന് പറയുന്നത് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് വിത്ത് 1 by x raised to 4 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങാം. സൊല്യൂഷൻ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് 1 by x എന്നാണ് തന്നത്. അപ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ ഇതിലേക്കും വലിയൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇതിലേക്കും വലിയൊരു ഫംഗ്ഷൻ കണ്ടിട്ട് ആ വലിയ ഫംഗ്ഷൻ കൺവേർജൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാം അല്ലേ. ഇതിലേക്കും വലിയൊരു ഫംഗ്ഷൻ അടുത്ത എഫ് ഓഫ് എക്സ് ഇതാണ്, ഇതിലേക്കും വലിയൊരു ഫംഗ്ഷൻ തന്നിട്ട് അത് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 1 by x-ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുഞ്ഞാപ്പ് ആരാ നോക്കാം, 1+ ഇതിലുള്ള ഫംഗ്ഷൻ നോക്കുക എന്താണ്, റൂട്ടൊക്കെ കുഴപ്പമില്ല, നമുക്ക് എന്തുണ്ടെങ്കിലും ഇവിടെ ഒന്ന് നോക്കുക. ഡിനോമിനേറ്ററിൽ 1 ഡിവൈഡഡ് ബൈ ആയതുകൊണ്ട് താഴത്തെ ഫംഗ്ഷൻ ആരാ, 1 + x raised to 8. ഇത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് എന്ത്,
എക്സ് റേസ് ടു 8 ഇംപ്ലൈസ്. ഇനി ഇവിടെ റൂട്ട് ഉണ്ട്, അപ്പൊ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് റേസ് ടു 8 എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ആണ് എന്തിനേയും കാട്ടിലും റൂട്ട് ഓഫ് എക്സ് റേസ് ടു 8. ഇതാരാ? ഇത് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് റേസ് ടു 8 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 4 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ്, അപ്പൊ നമുക്ക് വേറൊരു പ്രത്യേകത കൂടി കിട്ടും. 1 കൊടുക്കുമ്പോൾ നേരെ ഉൾട്ട തിരിയും അല്ലെ. 1 √1 പ്ലസ് എക്സ് റേസ് ടു 8 എന്താവും? ഗ്രേറ്റർ ദാൻ എന്നുള്ളത് എന്താവും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എക്സ് റേസ് ടു 4 എന്നാവും. അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇതിലേക്കും വലിയൊരു ഫംഗ്ഷൻ ആണ് 1 എക്സ് റേസ് ടു 4. ഓക്കെ ആണോ? അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് കൺവേർജന്റ് ആണോ നോക്കാൻ. ആര് കൺവേർജന്റ് ആണോ നോക്കിയാൽ മതി. ഈ ഇന്റഗ്രലില് 1 എക്സ് റേസ് ടു 4 കൺവേർജന്റ് ആണോ നോക്കിയാൽ ഇയാളും കൺവേർജന്റ് ആണ്. അപ്പൊ നമ്മൾ കൺവേർജന്റ് ആണെന്ന് ഷോ ചെയ്യാനാണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? തുടങ്ങാം. ലെറ്റ് f of x ഈക്വൽ ടു എന്താക്കി കൊടുക്കുക? 1 √1 പ്ലസ് എക്സ് റേസ് ടു 8. അതുപോലെ തന്നെ g of x ഈക്വൽ ടു എന്ത് കൊടുക്കുക? 1 എക്സ് റേസ് ടു 4. ഇത് രണ്ടും കൊടുക്കുക. ഇനി നമ്മൾ തുടങ്ങാം. ഇനി നമുക്ക് ബൈ കമ്പാരിസൺ ടെസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് എഴുതിയാൽ മതി അല്ലെ. സിൻസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 പ്ലസ് എക്സ് റേസ് ടു 8 ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതിനെ മാറ്റി എഴുതാറ്റും. കാരണം 0 ടു 1ഉം 1 ടു കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ഞാൻ കൊടുക്കാൻ കാരണമുണ്ട്. കാരണം ഇവിടെ 0 ടു കൊടുത്തിട്ടുണ്ട് എങ്കിൽ പ്രശ്നമാവും. ഇവിടെ 0 കൊടുത്താൽ അൺഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും 0 ടു 1 പ്ലസ് എക്സ് റേസ് ടു 8 കൊടുക്കാം അല്ലെ. ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1 പ്ലസ് എക്സ് റേസ് ടു 8 ഇൻറ്റു ഡി എക്സ്. ഹിയർ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? 0 ടു 1 പ്ലസ് എക്സ് റേസ് ടു 8 ഈസ് കൺവേർജന്റ്. കാരണം ഫൈനൈറ്റ് ഡെഫിനിറ്റ് ആണ്. ഇംപ്രോപ്പർ പ്രോപ്പർ ഇന്റഗ്രൽ ആയതുകൊണ്ടാണ് കൺവേർജന്റ് ആണ്. ഓക്കെ, കൺവേർജസ്. നോ വി വാണ്ട് ടു ഷോ ദാറ്റ്. നമുക്ക് എന്താണ് ഷോ ചെയ്യേണ്ടത്? വി വാണ്ട് ടു ഷോ ദാറ്റ്. എന്താണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്? എന്താണ് നമുക്ക് ഷോ ചെയ്യുക? അതായത് മൈനസ് ഇൻഫിനിറ്റി ടു അല്ലെങ്കിൽ 1 ടു ഇൻഫിനിറ്റി 1 പ്ലസ് എക്സ് റേസ് ടു 8 ഈസ് കൺവേർജന്റ്. ഓക്കെ, കൺവേർജസ് ആണ് എന്നാണ് പ്രൂവ് ചെയ്തത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹിയർ 1 ടു ഇൻഫിനിറ്റി 1 എക്സ് റേസ് ടു 4 നമുക്ക് അതെടുത്താൽ മതി അല്ലേ. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതാണ് ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് അല്ലേ. എക്സ് റേസ് ടു 4 ഡി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അല്ലേ ലിമിറ്റ് നമുക്കറിയാം, അപ്ലൈ ചെയ്യാം. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 1 ടു ബി 1 എക്സ് റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു -4 ഇൻറ്റു ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം ബി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇനി ഇത് ഇന്റഗ്രൽ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ? എക്സ് റേസ് ടു -4 പ്ലസ് 1 ദാറ്റ് മീൻസ് -3. എക്സ് റേസ് ടു -3 ബൈ -3 ഫ്രം applying the limit lower and upper limits, that is 1 and b, isn't it? Okay, 1 and b, that is equal to, then you will get the answer limit b tends to infinity. അതങ്ങനെ തന്നെ കിട്ടുക. ഇനി ബീനെ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? -b raised to -3 by -3 മൈനസ് പ്ലസ് അല്ലേ. ഇവിടെ 1 ആണുള്ളത്. 1 കൊടുക്കുമ്പോൾ 1 raised to -3 by -3 അല്ലേ. ഇങ്ങനെയാണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു -3 കൊടുക്കണം, മൈനസ് പ്ലസ് ആവും. ഇവിടെ മൈനസ് കൊടുത്തുല്ലേ ഞാൻ. ഓക്കെ, ഇപ്പം എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ്
ബി ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ, ഇതെന്തായി മാറും മൈനസ് 1/3 ബി ക്യൂബ് എന്നാവും അല്ലേ, പ്ലസ് 1/3. ഇനി ബി ടെൻസ് ടു ഇൻഫിനിറ്റി 1/b ക്യൂബ് എന്താകും, ബിക്കം 0. ഇൻഫിനിറ്റി തന്നെ 0 ആണ്. ബി ടെൻസ് ഇൻഫിനിറ്റി 1/b ടെൻസ് 0 ആണ്. അപ്പോൾ 1/b ഇൻറ്റു 1/b ഇൻറ്റു 1/b ദാറ്റ് ഈസ് 1/b ക്യൂബ് അല്ലേ, 1/b ക്യൂബ് ദാറ്റ് ഈസ് ബിക്കം 0. therefore you will get the answer 1/3. അങ്ങനെയാണെങ്കിൽ ബൈ കമ്പാരിസൺ ടെസ്റ്റ് അല്ലേ, ഇത് എന്താണ് കൺവേർജ്, ഇത് കൺവേർജ് ആണ്. അപ്പോൾ ബൈ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം ഇൻ്റഗ്രൽ 1 to infinity അല്ലേ 1/√, കുറച്ച് മുകളിലൊക്കെ എഴുതട്ടെ, ഇൻ്റഗ്രൽ 1 to infinity 1/√1 plus x raised to 8 into dx is converge. സോ അപ്പം രണ്ടും കൺവേർജൻ്റ് ആണ്. therefore അതുകൊണ്ട് ബാക്കിയുള്ള 0 to infinity 1/√1 plus x raised to 8 into dx is converge എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഷോ ദാറ്റ് ഇന്റഗ്രൽ 0 to infinity sin x by 1 plus x square dx is converges ആണ് എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ വിത്തൗട്ട് അറ്റംപ്റ്റിംഗ് ടു ഇവാലുവേറ്റ് ചെയ്യാതെ പ്രൂവ് ചെയ്യണം എന്നാണ്. ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്, നമ്മളുടെ കമ്പാരിസൺ ടെസ്റ്റ് എന്നാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. അപ്പം സിൻസ് സൊല്യൂഷൻ ആണ് നമ്മൾ കാണുന്നത്, സൊല്യൂഷൻ കാണുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, സിൻസ് നമുക്കറിയാം സൈൻ എക്സ് എപ്പോഴും തന്നെയാണ്, സൈൻ എക്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1-നേക്കാട്ടിലും കൂടും എപ്പോഴും ഇല്ലല്ലോ, ഇല്ല, സൈൻ എക്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, സോറി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ, ആണ്. വിച്ച് ഇംപ്ലൈസ് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, സൈൻ എക്സ് ബൈ 1 plus x whole square, പ്രത്യേകം ശ്രദ്ധിക്കുക, 1 plus x whole square that is always less than or equal to, അത് ലെസ് ദാൻ ആയിരിക്കും എന്തിനെക്കാട്ടും 1 by ഡിനോമിനേറ്ററിൽ 1 plus x square തന്നെ കൊടുക്കാം, 1 plus whole raised to square. ഓക്കെ, 1 plus x whole square. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, ഇനി ഇത് കൺവേർജൻ്റ് ആണ് എങ്കിൽ, ഈ കുഞ്ഞാപ്പ് കൺവേർജൻ്റ് ആണ് എങ്കിൽ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം ഇയാൾ കൺവേർജൻ്റ് ആണ്. ഇത് ഡൈവേർജൻ്റ് ആണെങ്കിൽ ഇത് ഡൈവേർജൻ്റ് ആണ്. നമുക്ക് ഇവിടെ കൺവേർജൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാം, ഷോ ചെയ്യാണ് വേണ്ടി. അപ്പോൾ നമുക്ക് എന്താണ് ഹിയർ എഫ് ഓഫ് എക്സ് ആരാണ് വരിക, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ എക്സ്, ഇവിടെ എക്സ് കൊടുത്തിട്ടില്ല, സൈൻ എക്സ് ബൈ അല്ലേ 1 plus x whole square, അതുപോലെ തന്നെ g of x equal to 1 by 1 plus x whole square. ഓക്കെ, 1 plus x whole square. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇൻ്റഗ്രൽ ആണ് ചെയ്യേണ്ടത് അല്ലേ. ഹിയർ സിൻസ്, ഓക്കെ, സിൻസ് ഇൻ്റഗ്രൽ എവിടെ മുതൽ എവിടെ വരെയാണ്, 0 to infinity അല്ലേ, 0 to infinity. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 1 by 1 plus x square ചെക്ക് ചെയ്താൽ മതി, x whole square dx equal to, that is limit b tends to infinity integral 0 to b അല്ലേ 1 by x square എന്നുള്ളത് നമുക്ക് മാറ്റി എഴുതാം 1 plus x whole raised to minus 2 dx, that is equal to limit b tends to infinity അല്ലേ ഇൻ്റഗ്രൽ, അതായത് എക്സ് സ്ക്വയർ എക്സ് റൈസ് ടു മൈനസ് 2ൻ്റെ അതേ ഇൻ്റഗ്രൽ എന്താണോ അത് മോഡലിൽ തന്നെയാണ് വരിക. അതായത് ഇതെന്താ ഒരു എക്സ് റൈസ് ടു മൈനസ് 2 അല്ലേ, -1 by -1 ദാറ്റ്സ് അല്ല. അപ്പം ഇവിടെ വരികയെന്ന് വെച്ചാൽ 1 plus x raised to -2 plus 1 that is -1 by -1 from applying limit 0 to b. ഓക്കെ,
ഇനി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് 0 to b. ഇനി ചെക്ക് ചെയ്യാം. ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ, ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യാം. ഇനി ബിക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ എന്താ വരിക, 1 പ്ലസ് ബി ഓൾ റേസ് ടു -1. -1 എന്ന് പറയുമ്പോൾ 1 എന്ന് കൊടുക്കാം. അപ്പോൾ -1/1 പ്ലസ് ബി അല്ലേ, ഇങ്ങനെ എഴുതാം. മൈനസ് പ്ലസ് ആവും. 0 അപ്ലൈ ചെയ്യുമ്പം എക്സിൽ 0 അപ്ലൈ ചെയ്യുമ്പോൾ 1 മാത്രമേ ഉണ്ടാവും. അപ്പോൾ 1/1 എന്നാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ബി ടെൻസ് ടു ഇൻഫിനിറ്റി പോകുമ്പോൾ 1/1 പ്ലസ് ബി എന്ന് പറയുന്നത് ബിക്കം 1/1 പ്ലസ് ബി ഇൻഫിനിറ്റിയിലേക്ക് പോകുക. അപ്പോൾ 1/∞ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ബിക്കം 0 അപ്രോച്ച് ചെയ്യും. Therefore നമുക്ക് ആൻസർ കിട്ടുക 1 ആണ്, വിച്ച് ഈസ് കൺവേർജന്റ്. അതുകൊണ്ട് ഓക്കെ, ഇത് കൺവേർജ് ചെയ്യും. സോ ബൈ കമ്പാരിസൺ ടെസ്റ്റ് so by comparison test we have എന്ത് പറയാൻ പറ്റും, അല്ലെങ്കിൽ കമ്പാരിസൺ ടെസ്റ്റ് ഇന്റഗ്രൽ 0 to infinity sin x by 1 plus x whole square is converged. Okay. ഓക്കെ, ഇനി നമുക്ക് ഷോ ചെയ്യാനുള്ളത് ഡൈവേർജ് ആണ് എന്ന് ഷോ ചെയ്യാം. എങ്ങനെയാണ് ഡൈവേർജ് ആണ് എന്നുള്ളത് ഷോ ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ഡൈവേർജ് ആണ് എന്ന് ഷോ ചെയ്യും. അവിടെ ഷോ ദാറ്റ് 1 to infinity dx by √1 plus x square is ഡൈവേർജന്റ് ആണെന്ന് ഷോ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടേണ്ടത്, എഫ് ഓഫ് എക്സ് ആണ് കണ്ടെത്തേണ്ടത്. ജി ഓഫ് എക്സ് ആണ് ഇവിടെ ഉള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഈ എഫ് ഓഫ് എക്സ്, ഈ ചെറിയ എഫ് ഓഫ് എക്സ് കൺവേർജന്റ് ആണ് എങ്കിൽ, ഡൈവേർജന്റ് ആണ് എങ്കിൽ ഇതും ഡൈവേർജന്റ് ആണ് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ തരികിട അപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾ റൂട്ട് സൊല്യൂഷൻ ഇവിടെ 1/x ആകുമ്പോൾ അതായത് ഈ 1-നെക്കാട്ടിലും വലിയ കുഞ്ഞാപ്പ് കിട്ടി ചെറുത് കിട്ടുക വേണ്ടി. അപ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയറിനെക്കാട്ടും വലിയ കുഞ്ഞാപ്പ് ആരാ, 2 plus x square അല്ലേ. അതിലേക്കും എളുപ്പമുള്ളതാണ് x²+x². എന്തുകൊണ്ടാണ് ഇവിടെ, കാരണം എക്സ് എപ്പോഴും ഒന്നോ അതിലധികമോ വലുതാണ്. അപ്പോൾ x² + x² ഓൾവേസ് ലെസ് ദാൻ, വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ അല്ലേ, വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ x² + x². അപ്പോൾ അവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ കുഞ്ഞാപ്പാണ്. ഓക്കെ, അപ്പോൾ വിച്ച് ഇംപ്ലൈസ് അങ്ങനെയാകുമ്പോൾ x² + x² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x² + x² അല്ലേ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു √1 + x². x² + x² എന്ന് പറഞ്ഞാൽ ആരാ, √2x² ആണ്. ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു √1 + x². ഇനി ദാറ്റ് ഈസ് ഈക്വൽ, വിച്ച് ഇംപ്ലൈസ് √2x²ന്റെ റൂട്ട് എന്ന് പറയുന്നത് x is always greater than or equal to √1 + x². ഇനി ഇതാണ് കിട്ടുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇത് എടുക്കുമ്പോൾ തല തിരിഞ്ഞിട്ട് എടുക്കുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/√2x is less than or equal to 1/√1 + x². ഇനി ഈ ഫംഗ്ഷൻ ഇന്റഗ്രലിൽ 0 എന്താണ്, ഡൈവേർജന്റ് ആണ് എങ്കിൽ ഇതും ഡൈവേർജന്റ് ആണ്. ഓക്കെ, അതിന് നമുക്ക് സോ ഇന്റഗ്രൽ 0 to ആണോ അല്ലെങ്കിൽ 1 to 1 to infinity. ഓക്കെ, 1 to infinity 1/√2x ഓക്കെ dx ഈക്വൽ അത് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ് 1/xന്റെ ഡെറിവേറ്റീവ് 1/√2 ടേക്ക് ഔട്ട് സൈഡ്. ഇന്റഗ്രൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 1 to b 1/x dx. 1/xന്റെ log x ആണ് ln x അല്ലേ, 1/2 1/√2 ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ln x
from 1 to b, that is equal to 1 by root 2. Okay, 1 by root 2 limit b tends to infinity ln b minus, okay, ln b minus any ln 1. Okay, അപ്പോൾ that is equal to ln 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്. ഓക്കെ, that is 1 by root 2 limit b tends to infinity ln b. b tends to infinity ln b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ b tends to infinity, b tends to infinity ആണെങ്കിൽ ln എന്തായിരിക്കും? ln of infinity എന്ന് പറയുന്നത് ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പം ln ഇൻഫിനിറ്റി എന്ന് പറയുന്നത് that is equal to some infinity. സോ ഇൻഫിനിറ്റി ആണ് എങ്കിൽ എന്താണ്? ഡൈവേർജൻ്റ് ആണ്. ഓക്കെ, ഡൈവേർജൻ്റ്. സോ ബൈ കമ്പാരിസൺ ടെസ്റ്റ് എന്താണ്? കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം ഇന്റഗ്രൽ 1 to infinity 1 by root 1 plus x square dx is divergent. Divergent. ഇനി ഹോംവർക്കുകളാണ്. അപ്പോൾ ഷോ ദാറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ രണ്ട് ക്വസ്റ്റ്യനുകൾ കൺവേർജൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത പ്രകാരം തന്നെ ഇത് കൺവേർജൻ്റ് ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ വിച്ച് ഈസ് ഓൾവേസ് നേരത്തെ 1+1 സ്ഥാനത്ത് ഇവിടെ 3 ആണെന്നേ ഉള്ളൂ, അപ്ലൈ ചെയ്യാം. ഓക്കെ, എക്സ് ക്യൂബാണ് ഇവിടെ തന്നിട്ടുള്ളതെന്ന് ഓർത്തോളുക. അപ്പോൾ ഇതിലേക്കും വലിയ ഒരു സംഖ്യ എടുക്കണം, അല്ലെങ്കിൽ ഇതിലേക്കും ചെറുത്. ഇതിനെ എങ്ങനെ എടുക്കുക? നമ്മൾ 3+x³. ഇതെന്താണ്? കൺവേർജൻ്റ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. 3+x³ അല്ലേ, വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ആക്കി എടുക്കുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? 3+x³. 0 to infinity ആണ്. അപ്പോൾ 0ൽ ഓൾവേസ് 3x² x 1+x എന്ന് കൊടുക്കണമല്ലോ, x³ അല്ലേ, x³ 3 അങ്ങ് ഒഴിവാക്കുക, x³ കാട്ടും വലുതാണ്. അങ്ങനെ വരുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1+3+x³ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/x³. ആൻസർ ആയി. ഇനി ഇത് എഫ് ഓഫ് എക്സ് ആണ്, ഇത് ജി ഓഫ് എക്സ് ആണ്. ഈ ജി ഓഫ് എക്സ് കൺവേർജൻ്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സും കൺവേർജൻ്റ് ആണ് കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം. ഓക്കെ, അത് കിട്ടി. ഇനി ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ സൈൻ എക്സ്, ഇത് തൊട്ട് മോളത്തെ മോഡലിൽ തന്നെ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? x⁴ കൊടുത്താൽ മതി. അല്ല, ഇതെന്ത് ചെയ്താൽ മതി? 1+ അല്ലേ, ഇതും സൈൻ എക്സ് ആണ് മുകളിലുള്ളത്. മോളിൽ സൈൻ എക്സ് കൊടുക്കുന്നതിന് പകരം 1/√1+x⁴ അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിന് വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ അല്ലേ, വിച്ച് ഈസ് ഓൾവേസ് വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇനി എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് ആയിട്ട് ഇതെപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഇതിനെ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്നുകൂടി മാറ്റിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എടുക്കുക. √1+x² എന്ന് പറയുന്നത് √1+x², x⁴ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ആണ് ഓർ ഈക്വൽ ടു ആണ് √1x⁴ അല്ലേ, x⁴ വലുതാണിത്. അങ്ങനെ ആകുമ്പോൾ ഇത് എന്താണ്? x² ആണ്. അപ്പോൾ നമുക്ക് കിട്ടി 1/ ഇതിലേക്കും ഇത് റെസിപ്രോക്കൽ എടുത്താൽ 1/√1+x⁴ എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/x². അപ്പോൾ ഇവിടെ എടുക്കേണ്ടത് നമ്മൾ എടുക്കുക വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/x². ഇത് കൺവേർജൻ്റ് ആണെങ്കിൽ ഇതും കൺവേർജൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഡൈവേർജൻസി. ഇത് തൊട്ട് മുകളിൽ നമ്മൾ ചെയ്ത പ്രകാരം തന്നെ ഇവിടെ എന്ത് ചെയ്യുക? 2ക്ക് പകരം x² അപ്ലൈ ചെയ്യുക. നേരത്തെ ചെയ്ത മോഡലിൽ തന്നെ ആൻസറിലേക്ക് നമുക്ക് എത്തും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് തൊട്ട് മുകളിലുള്ള പോലെ തന്നെ ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക? 2+sin x ആണ്, താഴത്ത് 1+x ആണ്. കറസ്പോണ്ടിങ് ആയിട്ട് ഇത് നിങ്ങൾക്ക് കിട്ടും. ഇത് ഒറ്റ ഒന്ന്
എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ, ഇത് നിങ്ങൾക്ക് വിട്ട്. അപ്പോൾ 1, 2, 3, 4 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ.